നമസ്കാരം. ഒടുവിൽ പിണറായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരിച്ചടി ഭയന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ CPM-ന്റെ മുൻ MLA-യുമായ കോന്നി MLA-യുമായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പിണറായിയും CPM-ഉം കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് പത്മകുമാർ ജയിലിലായ അവസരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ CPM-ന്റെ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പത്മകുമാറിനെതിരെ പാർട്ടി തല നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് സ്വതസിദ്ധമായ രീതിയിൽ MV ഗോവിന്ദൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാൾ കുറ്റവാളിയാകുന്നില്ല, ആരോപണം മാത്രമാണുള്ളത്. കുറ്റപത്രം സമർപ്പിക്കട്ടെ, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അയാൾക്കെതിരെ എന്ത് കുറ്റമാണ് കോടതി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം അയാൾ കുറ്റവാളിയാണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്നൊക്കെ വലിയ ഭാഷയിൽ സംസാരിച്ച MV ഗോവിന്ദന്റെ മുഖമടച്ച് കിട്ടിയ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ മുഖമടച്ച് കിട്ടിയ അടി തന്നെയാണ് പത്മകുമാറിനെതിരെയുള്ള നടപടികൾക്ക് പാർട്ടി ഒരുങ്ങുന്നതായി കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ അന്നേ തന്നെ CPM-ന്റെ പാർട്ടി നേതാക്കൾ CPM-ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കളെ എല്ലാവരെയും തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം, പാർട്ടി തല നടപടികൾ അവർക്കെതിരെ ഉണ്ടാകണം എന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു തീരുമാനം ഉയർന്നിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും MV ഗോവിന്ദനും പിണറായി വിജയനും അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് MV ഗോവിന്ദനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചുമെല്ലാം കൃത്യമായ പല വിവരങ്ങളും അറിയാമായിരുന്നു എന്നുള്ളതിനാൽ ഒരു കാലത്ത്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുമ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായിരുന്നു പത്മകുമാർ. ശബരിമല സ്ത്രീ പ്രവേശം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ പത്മകുമാറിന് അനവധി രഹസ്യങ്ങൾ അറിയാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെല്ലാം പത്മകുമാറിനെതിരെ പാർട്ടി തല നടപടിയെടുക്കാതെ പൊതിഞ്ഞു സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി 8 നിലയിൽ പൊട്ടിയ സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പത്മകുമാറിനെതിരെ പാർട്ടി തല നടപടി എടുക്കാത്തതിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇനിയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിനെതിരെ പാർട്ടി തല നടപടി എടുക്കാതെ മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യും. 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുക, വീണ്ടും മുഖ്യമന്ത്രി ആവുക എന്നുള്ള പിണറായി വിജയന്റെ സ്വപ്നത്തിന് അത് വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്ത് അകത്ത് കിടന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന CPM-ന്റെ മുൻ MLA ആയിരുന്ന കോന്നി MLA ആയിരുന്ന പത്മകുമാറിനെ പിണറായിയും CPM-ഉം കൈവിടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ആദ്യപടിയായി പാർട്ടിയുടെ ഔദ്യോഗിക തല നടപടി എന്ന രീതിയിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ രാജു എബ്രഹാം ഇപ്പോൾ ഒരു കത്ത് പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ അഡ്രസ്സിലേക്ക് അയച്ചിരിക്കുന്നു. 10 ദിവസത്തിനകം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്ന അവമതിപ്പിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് പാർട്ടിയെ അറിയിക്കണം. പാർട്ടി അതിനുശേഷമായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതാണെങ്കിലും ഇത് ഒരു ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമാണ്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് സ്വാഭാവികമായ നടപടിക്രമം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പത്മകുമാറിന് കത്തെഴുതിയിരിക്കുന്നതും 10 ദിവസത്തിനുള്ളിൽ മറുപടി അയക്കണം എന്നുള്ളതും അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ
ഒടുവിൽ 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 എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും തലയ്ക്ക് വെളികുതിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആ തെറ്റ് തിരുത്താൻ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ സമ്മർദ്ദമുണ്ടായിട്ട് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും മലക്കം മറിഞ്ഞ് മാറി നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇനിയും പത്മകുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള തീരുമാനമെടുക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലാൻ സാധിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ഒടുവിൽ പത്മകുമാറിനെതിരെ CPM പാർട്ടി തല നടപടികൾക്ക് മുതിരുന്നു. പത്മകുമാർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. പത്മകുമാറിന്റെ ഔദ്യോഗികമായി പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും നീക്കം ചെയ്യുന്നു. എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും പത്മകുമാറിനെ നീക്കം ചെയ്യുന്നു. ഫലത്തിൽ പാർട്ടി അനുഭാവിയായി മാത്രം, അല്ലെങ്കിൽ പാർട്ടിയുടെ സാധാരണക്കാരനായ ഒരു മെമ്പറായി മാത്രം പത്മകുമാറിന് നിൽക്കേണ്ടതായി വരും. എന്നാൽ ഈ ഒരു നടപടിക്രമത്തിന് ശേഷം പാർട്ടി തനിക്കെതിരെ എടുക്കുന്ന നടപടികൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമായിരിക്കും പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ്. കാരണം പാർട്ടിയിൽ നിന്നും, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുന്ന പത്മകുമാർ ഏത് തരത്തിലായിരിക്കും ഇനി CPM-നെതിരെ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. ദേവതുല്യരായ ചില ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പത്മകുമാർ നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും CPM-നെ വെട്ടിലാക്കുന്ന പലതരത്തിലുള്ള മൊഴികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ CPM പ്രതീക്ഷിക്കുന്നത്. കേരളവും ഇത് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പത്മകുമാറിനെതിരെ ഒടുവിൽ CPM പാർട്ടി തല നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. പത്മകുമാറിനെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി നീക്കം ചെയ്തിരിക്കുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുകൊണ്ട് മാത്രം പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല. 2026-ൽ CPM-ന് തിരിച്ചടിയാകുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും എന്ന് തന്നെയുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.